ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവിയും ബാലനും നേരെ തോമസ് വക്കീലിനെ കാണാനായിട്ട് അങ്ങ് ചെന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ആ വിൽപ്പത്രത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം അദ്ദേഹം ഇവരോട് പറഞ്ഞു കേട്ടോ. ഒരിക്കലും അന്ന് ലക്ഷ്മിയമ്മ ഈ രീതിയിൽ ഈ ഒരു വിൽപ്പത്രം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നോ ഇതിനെ ചൊല്ലി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ലല്ലോ ബാല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാനാ വക്കീലെ, കാര്യങ്ങളെല്ലാം ഇങ്ങനെയായി പോയി, കൈവിട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇങ്ങനെ എടുക്കേണ്ട ഒരു തീരുമാനം അത് അനിവാര്യമായി വന്നിരിക്കുകയാണെന്ന്. ബാലൻ ചെയ്യാൻ പോകുന്ന ത്യാഗമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബാലൻ്റെ പേരിൽ കുറച്ച് സ്ഥലം വേറെ കിടപ്പുണ്ടായിരുന്നല്ലോ, അത് വിറ്റിട്ട് ഈ പറയുന്ന കണ്ണിന് പൈസ കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് വിറ്റ് സാന്ത്വനം വീടിനെ ഒന്നും വരുത്താത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വന്നാൽ തൻ്റെ ജീവിതം പെരുവഴിയിലാണെന്നുള്ള ആ ഒരു ധാരണ കൊണ്ടാണല്ലോ അപ്പു ഇത്തരം തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ഒരു പ്രശ്നം വേണ്ട എന്നുള്ളൊരു രീതിയിലാണ് അവിടെ ചിന്തയും കാര്യങ്ങളും ഒക്കെ വന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇനി ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ബാലൻ്റെയും ദേവിയുടെയും ലക്ഷ്യം. അതിനുവേണ്ടി അവരുടെ സ്വത്ത് വിറ്റിട്ട് കണ്ണൻ്റെ ജീവിതത്തിന് ഒരു മാർഗമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നു. അങ്ങനെ എന്ത് ചെയ്താലും അത് ദേവിയുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ മാത്രമാണ് ബാലൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാലൻ്റെ ഉള്ളതെല്ലാം ബാലൻ വിറ്റ് തുലച്ചു. ഇനിയിപ്പോൾ അനിയന്മാർ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ബാലനില്ലാത്തൊരു സാഹചര്യത്തിൽ അനിയന്മാർ ദേവിയെ ഇറക്കി വിട്ടാൽ ദേവി എങ്ങോട്ട് പോകും? ദേവിക്ക് ദേവിയുടേതെന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമിയോ അല്ലെങ്കിൽ കയറി കിടക്കാൻ ഒരു കിടപ്പാടമോ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ബാലൻ ദേവിയെ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. ബാലനെ ദേവി വിവാഹം കഴിച്ചതുകൊണ്ട് ദേവിക്ക് നഷ്ടങ്ങൾ മാത്രമല്ലാതെ ലാഭമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും വക്കീലുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വേണോ ബാല എന്ന് വക്കീൽ ചോദിച്ചു. വേണം വക്കീലെ, അല്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി, ബാലൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ 10 ദിവസത്തെ സാവകാശം എനിക്ക് തരണം, ആ 10 ദിവസത്തിനുള്ളിൽ അതിനുള്ള തീരുമാനം എന്താണോ അത് ഞാൻ ഉണ്ടാക്കിയിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യാമെന്നൊക്കെ വക്കീൽ ഇങ്ങനെ പറയുമ്പോൾ വക്കീലെ 10 ദിവസത്തിനപ്പുറം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല ബാലൻ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, ഞാൻ നോക്കട്ടെ, മാക്സിമം ഞാൻ ശ്രമിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ വക്കീൽ ഇങ്ങനെ പറയുക. അപ്പോൾ വക്കീൽ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലന് കുറച്ചൊരാശ്വാസം, അതുപോലെ തന്നെ ദേവിക്കും. അങ്ങനെ ഇതും കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അനിയന്മാർ പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിച്ചായിരുന്നു വക്കീൽ. അപ്പോൾ അനിയന്മാരോടൊക്കെ താൻ പറഞ്ഞോളാമെന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും വക്കീലിനോട് ബാലൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ബാലനും ദേവിയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദേവി ചോദിച്ചു, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് പറയണ്ടേ? അവരോട് പറഞ്ഞില്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാവില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും ഈ കാര്യം അവനോട് പറയണം. ആരോടാ? കണ്ണനോട് ഇത് പറയാതെ കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റില്ലെന്നുള്ള കാര്യം ബാലൻ ഇങ്ങനെ ദേവിയോട് പറഞ്ഞു. അല്ലെങ്കിൽ അത് ശരിയാവില്ലെന്നും. അപ്പോൾ കണ്ണൻ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, വിഷമാവില്ലേ എന്ന് ദേവി ചോദിച്ചപ്പം താൻ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും കണ്ണനെ അത് ബാധിക്കുന്നതല്ല എന്നും കണ്ണന് വിഷമം ഉണ്ടാവില്ലെന്നും തനിക്ക് ഇനിയും ബോധ്യമായില്ലെന്നും ചോദിച്ചുകൊണ്ട് ബാലൻ ഇങ്ങനെ ദേവിയോട് ചോദിക്കാം. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോരുന്നു. അവിടെ നിന്ന് പോന്ന് വീട്ടിൽ വന്നപ്പോൾ ഇത് ഏട്ടനെയും കാണാതെ അവരെല്ലാവരും ഇങ്ങനെ തേടുമായിരുന്നു, പ്രത്യേകിച്ച് ശിവൻ. അപ്പോഴാണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത്, എന്തായി നോക്കുന്നതെന്നുള്ള ഒരു ഇതിൽ. അപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കുന്നൊന്നുമില്ല, അവിടെ ഇവിടെയും ചോദിക്കാത്ത രീതിയിൽ തൊട്ടും തൊടിയിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നീ വലിയടത്തെയും കണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടി വരുന്നത്. ദേവിയും ബാലനും കൂടെ വരുന്നത് കണ്ടപ്പോഴേക്കും ശിവൻ ഓടി ചെന്നിട്ട് ചോദിച്ചു, ഇത് എവിടെ പോയതായിരുന്നു വലിയടത്തെയും കുറേ നേരം ആയാലോ കണ്ടിട്ട്, നിങ്ങൾ എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ബാലൻ തടഞ്ഞിട്ട് അത് ഞങ്ങൾ അത്യാവശ്യമായിട്ട് പുറത്ത് വരെ പോയതായിരുന്നു, കണ്ണൻ്റെ പൈസ കൊടുക്കണ്ടേ, കണ്ണൻ്റെ പൈസ കൊടുക്കാനായിട്ടുള്ള ആ ഒരു മാർഗ്ഗങ്ങളും കാര്യങ്ങളും തേടി പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ടെല്ലാം ശരിയായോ, അതോ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ എന്നെ പറഞ്ഞു പറ്റിക്കാനാണോ എന്ന് കണ്ണൻ ചോദിച്ചപ്പം ഇത്തവണ എന്തായാലും നിന്നെ ആരും പറഞ്ഞു പറ്റിക്കാനൊന്നും വരുന്നില്ല, ആരും പറഞ്ഞു പറ്റിക്കുകയില്ല, അതോർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട, 10 ദിവസത്തിനുള്ളിൽ നിൻ്റെ പൈസയുടെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നീ ആവശ്യപ്പെട്ടതിൻ്റെ ഇരട്ടി തുക നിനക്ക് കിട്ടും, ആ ഇരട്ടി തുകയുമായിട്ട് ഈ വീടിനോടുള്ള നിൻ്റെ എല്ലാ ഇതും അവസാനിപ്പിച്ച് നീ ഇവിടെ നിന്ന് പടി ഇറങ്ങിക്കോളണമെന്ന് പറഞ്ഞു.
അങ്ങനെ ബാലൻ ആ ഒരു ഉറപ്പും കൊടുത്ത് അകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ ദേവേടത്തി ചോദിച്ചു, എന്താ ദേവേടത്തിയോട് ചോദിച്ചു, എന്താ ദേവേടത്തി എവിടുന്നാ ക്യാഷ് റെഡി ആയിരിക്കുന്നതെന്ന് ശിവൻ. എനിക്കറിയില്ല ശിവ എന്നും പറഞ്ഞ് ദേവിയും അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ദേവി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം എവിടുന്നാ കണ്ണാ പൈസ എന്ന് ചോദിച്ചു. പൈസയോ എനിക്കറിയില്ല എവിടുന്നാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അല്ല, നീ ആവശ്യപ്പെട്ടതിനേക്കാൾ ഇരട്ടി തുക നിനക്ക് തന്ന് 10 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ റെഡിയാക്കാമെന്ന് പറയണമെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും എന്നിങ്ങനെ നേരത്തെ ബാലൻ ചോദിച്ചപ്പം ഏതായാലും 10 ദിവസം ശിവൻ ചോദിച്ചപ്പോൾ ഏതായാലും 10 ദിവസമല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് 10 ദിവസം കഴിയട്ടെ എന്ന് കണ്ണൻ ശിവനോട് പറയുക. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴും ശിവൻ ഇങ്ങനെ ആകെ ടെൻഷനാട്ടോ. എന്നാൽ ഈ പൈസ എവിടെ നിന്ന് കൊടുക്കാമെന്നായിരിക്കും അവർ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഒരു മാർഗം കാണാതെ പൈസ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ ഇനി ഈ സാധനം വീട് പണയം വെക്കുന്നത് മറ്റായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ശിവൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ആകെ ചിന്തയുള്ളത് ശിവന് മാത്രമാണ്. അപ്പം അങ്ങനെ ശിവൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ദേവി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അമ്മേന്നും വിളിച്ചൊരു വിളി. അപ്പോൾ ദേവി ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ കുഞ്ഞു വന്ന് അവിടെ വാതിൽക്കൽ നിൽക്കണം. അപ്പോൾ ദേവിയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമെങ്കിലും ദേവി ഇങ്ങനെ സ്വപ്നലോകത്തെന്നുള്ള രീതിയിലാണ് നിന്ന് ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് ദേവി ഇങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞ് അമ്മയെ വിളിച്ചിങ്ങനെ വന്ന് നിൽക്കുന്നു. ദേവി ഇങ്ങനെ ഒരു കൊഞ്ചലും സ്നേഹമൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ആ കുഞ്ഞങ്ങ് മറഞ്ഞു പോയി. അപ്പോഴാണ് ദേവിക്ക് ബോധം വന്നത് ദേവി സ്വപ്നം കണ്ടതാണെന്ന്. അങ്ങനെ ദേവൂട്ടിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ദേവി ഇങ്ങനെ അവിടെ നിന്ന് വീണ്ടും തൻ്റെ ജോലി ആരംഭിക്കുമ്പോഴേക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ദേവൂട്ടി അങ്ങോട്ടേക്ക് വന്നു. ദേവൂട്ടി വന്ന് അമ്മയെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ദേവി ഓർത്തു ആദ്യം കണ്ടതുപോലെ തന്നെ സ്വപ്നമായിരിക്കുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ കൊച്ചു വന്നതായിരുന്നു. കൊച്ചു വന്നു കഴിഞ്ഞാൽ അമ്മ എന്താ എന്നെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നേ എന്ന് ചോദിച്ചപ്പോഴാണ് ദേവിക്ക് കൊച്ചടുത്തുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. വേഗം തന്നെ ദേവി കുഞ്ഞിനെ എടുത്ത് അവിടെ അതേലേക്ക് അങ്ങ് ഇരുത്തിയിട്ട് മോളെന്താ വന്നതെന്ന് ചോദിച്ചു. അമ്മ ഇന്ന് എന്താ എനിക്ക് പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇന്ന് പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. അതെന്താ, അമ്മ മോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാലേ മമ്മി മോളെ വഴക്ക് പറയൂ എന്ന് പറഞ്ഞു. അമ്മയെയും വഴക്ക് പറയുമെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നതിന് മമ്മി എന്തിനാ അമ്മയും എന്നെയും വഴക്ക് പറയുന്നേ, അതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ദേവി കൊച്ചിനോട് അവിടെ ഇവിടെ തൊടാത്ത രീതിയിലൊക്കെ മറുപടിയൊക്കെ കൊടുത്ത് മോള് വേഗം പൊയ്ക്കോട്ടോ എന്നും പറഞ്ഞ് അതിനെ പറഞ്ഞു വിട്ടു. മനസ്സോടെ കൊച്ചി പോകുകയല്ല, പക്ഷേ ദേവി നിർബന്ധിച്ച് അതിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ദേവി കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി ഇങ്ങനെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഈ കാര്യങ്ങളെല്ലാം വൈകുന്നേരം ബാലൻ വന്നപ്പോൾ ദേവി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താൻ ഇനിയും ഒരു എടുത്തുചാട്ടം ചാടരുതെന്നും തൻ്റെ പ്രവൃത്തി കൊണ്ട് അപ്പു ഒരിക്കലും ഇനി ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകരുതെന്നും ബാലൻ ദേവിയോട് പറയുവാണ്. തന്നോടുള്ള വാശിക്ക് അല്ലെങ്കിൽ ഇനിയും അപ്പുവിനെ വാശി പിടിപ്പിച്ചാൽ തീർച്ചയായും ഇന്നിറങ്ങിപ്പോയതുപോലെ അവൾ കുഞ്ഞുമായിട്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോകും. പിന്നെ ഒരിക്കലും അവൾ തിരിച്ചു വന്നെന്ന് വരത്തില്ല. പിന്നെ ഒരിക്കലും നമുക്ക് ദേവൂട്ടിയെ കാണാൻ പോലും കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ കുഞ്ഞ് നമ്മുടെ അരികിൽ ഉണ്ട്, നമുക്കൊന്ന് മിന്നായം പോലെങ്കിലും കാണാനുള്ള ഭാഗ്യമുണ്ട്. കുഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് അപ്പുവിനെക്കുറിച്ച് ഓർത്ത് ദേവിക്ക് സ്വബോധം വന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചു. ദേവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ചെന്നിട്ട് ഇങ്ങനെ ബാലൻ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ദേവി ഇറങ്ങിച്ചെന്നു ബാലനെ കാണാതെ. ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ബാലനോട് എന്ത് പറ്റി ബാലേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇന്ന് വരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരുന്നുവെന്നും ആ തീരുമാനങ്ങൾക്കൊപ്പം താൻ ഇന്നുവരെ നിന്നിട്ടുണ്ടെന്നും ചിലപ്പോൾ ഈ എടുക്കുന്ന തീരുമാനവും തെറ്റായിരിക്കാം, പക്ഷേ ഈ ഒരു തീരുമാനത്തിനൊപ്പവും താൻ എൻ്റെ കൂടെ നിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ ദേവിയോടൊക്കെ ഇങ്ങനെ പറയണു. ഒരു കണ്ണിച്ചോരയില്ലാതെ ബാലൻ ഇങ്ങനെ ദേവിയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അനിയന്മാർക്ക് വേണ്ടിയിട്ട്. ശരിക്കും അതും കേട്ട് ദേവി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.